എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആവറേജിങ്ങിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളൊരു 622 പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെ ഒരു ആവറേജിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വീണ്ടും ഒരു ബൈ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡയറക്ഷണൽ ട്രേഡിൽ ഒരു എൻട്രി ഓൾറെഡി രാവിലെ നമ്മൾ പിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മളൊരു ഫ്രഷ് എൻട്രി എടുത്തതാണ്. ഈ ഫ്രഷ് എൻട്രി നമ്മളിവിടെ നിന്ന് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഓൾറെഡി പ്രോഫിറ്റബിളാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കണേ. ഇത് റിവേഴ്സ് കയറി എവിടം വരെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 197 വരെ സ്പേസ് ഉണ്ട് ഇതിൻ്റെ റിവേഴ്സ് കയറി വരാനായിട്ടുള്ളത്. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 170 ആദ്യത്തെ ഒരു റിജക്ഷൻ ഉണ്ട്. 170 ആദ്യത്തെ ഒരു റിജക്ഷൻ. അതുക്കും മേലെ മാർക്കറ്റ് ബ്രേക്കൗട്ട് കിട്ടി പോയാലാണ് മാർക്കറ്റ് പിന്നെ വരാനുള്ളത് 197 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തത് ഏകദേശം 158 അവിടുത്തെ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടി മുകളിലോട്ട്. വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് പോയി. നമുക്ക് 140 മാത്രമാണ് ആവറേജിങ്ങിന് ഇനിയൊരു ചാൻസസ് ഉള്ളത്. അല്ലാതെ നമ്മൾ ആവറേജ് ചെയ്തിട്ടൊരു കാര്യമില്ല. 140 മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ. 3 ദിവസത്തെ സപ്പോർട്ട് സോൺ 140. അപ്പോൾ ഇവിടെ 5 മിനിറ്റിൻ്റെ RSI നമ്മൾ പറഞ്ഞു റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് സിയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതിനിടയ്ക്ക് ഇവിടെ ഒരു അപ്ലൈ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആ നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാതെ കൊണ്ടാണ് ഇപ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് 150 150 ഇപ്പോൾ ഒരു സപ്പോർട്ട് ചെറുതായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ ക്യാൻഡിൽ റെഡിലേക്ക് എത്തുന്ന സമയം ഒരു ഡൗണും കൂടെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഡൗൺ വന്നാൽ 140 സപ്പോർട്ട് എടുക്കണേ. നമ്മളിനിയിപ്പോൾ ഇത് ആവറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 140 അവിടെ നിന്ന് എന്തെങ്കിലും ഒരു റിവേഴ്സ് സൈൻ നമുക്ക് കിട്ടണം. പിൻ ബാറോ, മോർണിംഗ് സ്റ്റാറോ, എൻഗൾഫിങ്ങോ, ഇൻസൈഡ് ബാർ ക്യാൻഡിലോ, അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് കിട്ടിയാലാണ് നമുക്ക് അത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സിയിൽ 298 ഒരു ടാർഗറ്റ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. RSI ക്രോസ് ഓവർ ബേസ് ചെയ്ത് പോയതാണ്. അത് 298 ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കും മേലെ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയാലാണ് മാർക്കറ്റ് അടുത്തത് 320 ഭാഗത്തേക്ക് പോകത്തുള്ളൂ. അതൊക്കും മേലെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലാണ് 347 മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ ഇത് 298 നമ്മൾ രാവിലെ തൊട്ട് ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാർഗറ്റായിട്ട് ഓൾറെഡി നമ്മൾ മനസ്സിൽ കണ്ടതാണ്. അതാണ് ഇപ്പോൾ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതാണ് ഒരു ബ്ലൂ ലൈൻ അവിടെ നമ്മൾ വരച്ച് വെച്ച് ടാലി ആക്കിയത്. ഇപ്പോൾ ഇവിടെ നിന്ന് പതുക്കെ റിവേഴ്സായിട്ട് വരണമെങ്കിൽ വരട്ടെ. നമ്മൾ ആവറേജ് ചെയ്യുകയാണെങ്കിൽ അത് 140 എത്താതെ ഒരിക്കലും ആവറേജ് ചെയ്യത്തില്ല. RSIയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. ഇത് റെഡിൽ കയറുന്ന
കയറി അവിടെ നിന്നും ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള റിജക്ഷൻ പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ SMA ഒരു റിജക്ഷൻ ഉണ്ട്, വൈറ്റ് ഡോട്ട് ഒരു റിജക്ഷൻ ഉണ്ട്, പിന്നെ ഈ റെഡ് ഡോട്ടൊക്കെ ഇപ്പോൾ താഴെയാവും. റെഡ് ഡോട്ടിൽ റിജക്ഷൻ ഉണ്ട്. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 3 മണിയോടുകൂടി 197 ഭാഗത്തേക്കൊക്കെ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ RSIയിൽ ഒരു ക്ലിയർ സെക്ഷൻ വന്നിട്ടുണ്ട്. അത് റെഡിലേക്കും കൂടെ കയറിയാലാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളിനി ആവറേജ് ചെയ്യുകയാണെങ്കിൽ 140 താഴെ റിവേഴ്സ് സിഗ്നൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അടുത്ത ആവറേജിങ്ങിനുള്ള പൊസിഷനിലേക്ക് നോക്കുന്നുള്ളൂ. 160 ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. 160 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടൊരു കണ്ടിന്യൂഷൻ കിട്ടിയാൽ മാത്രമാണ് 177, അതേപോലെ തന്നെ 185. അപ്പോൾ നമുക്ക് മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉച്ചയ്ക്ക് ശേഷം 12:30 ശേഷം കിട്ടിക്കഴിഞ്ഞാൽ സിയുടെ ക്യാൻഡിൽ 227 എത്തണം. അതേപോലെ അതെത്തുന്ന മുറയ്ക്ക് പി എവിടെയാണ് എത്തി നിൽക്കണമെന്ന് നമ്മൾ നോക്കണം. നല്ല രീതിയിലുള്ള വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു എൻട്രി എടുത്തപ്പോൾ ആവറേജ് ചെയ്ത് 155 വന്നു. ഒരു എൻട്രിയും കൂടെ എടുത്തപ്പോൾ എൻട്രി പ്രൈസ് 159 എന്നുള്ളത് 153 വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്റ്റോപ്പ് ലോസ് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്. അതേ സ്ഥലത്ത് തന്നെ ഒരു സ്റ്റോപ്പ് ലോസും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വോളിയം നല്ല രീതിയിൽ കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ വോളിയം മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇനിയൊരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് 140 ഭാഗത്തേക്ക് ഫാളാവും. അപ്പോൾ നമ്മളിവിടെ ഒരു 2 ലോട്ട് ഇപ്പോൾ ഇവിടെ ആവറേജ് ചെയ്തത് ആ 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയാലും അത് നമുക്ക് എഗെയിൻ 140 നിന്ന് എടുക്കാം. കാരണം നിലവിലത്തെ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ 140 ഫാളാവും. പക്ഷേ വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് കാരണം അത് മേളിലേക്കാണോ താഴത്തോട്ടാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം RSI ഓൾറെഡി പൊങ്ങി വരുന്നുണ്ട്. അത് റെഡിലേക്ക് കയറുന്ന സമയത്ത് സാധാരണ ഒരു റിവേഴ്സ് വരാറുണ്ട്, മുകളിലോട്ടും പോകാറുണ്ട്. അപ്പോൾ ആ സെനാരിയോ കണക്കിലെടുത്തിട്ടാണ് ഞാൻ ആവറേജ് ചെയ്തത്. പക്ഷേ ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ, ഒരു 4 പോയിൻറ്റിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ലോസേ ഇട്ടിട്ടുള്ളൂ. അത് താഴത്തോട്ട് വന്നാൽ വീണ്ടും റീ ആവറേജ് ചെയ്യും. കാരണം നമുക്ക് ഇനി 4 ലോട്ടിലേക്ക് ആവറേജ് ചെയ്യുമ്പോൾ ഫണ്ട് ഒരുപാട് വരും. അപ്പോൾ നമ്മൾ മാക്സിമം ആ 2 ലോട്ട് 1 ടൈം ആവറേജിങ്ങിൽ റിക്കവർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കണേ. ഇത് റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ മൂവ്മെൻറ്റ് 185 മേളിലോട്ട് കയറി പോകണം. ഈ സപ്പോർട്ട് വോളിയം നല്ല രീതിയിൽ വന്നാൽ ഒറ്റടി താഴത്തേക്ക് അടിക്കും. അപ്പോൾ നമ്മുടെ താഴത്തുനിന്ന് നമുക്ക് വീണ്ടും റീ എൻട്രി എടുക്കാമല്ലോ. അപ്പോൾ -3 ലോട്ട് ഉൾപ്പെടെ താഴത്തോട്ട് മൈനസ് ഇട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു അപ്ലൈ നടത്തിയതിൻ്റെ റീസൺ. 59 എൻട്രി, അല്ല 58 എൻട്രി 53 ഡൗൺ ആയി എന്ന് മാത്രമേ ഉള്ളൂ ആവറേജ് ചെയ്തപ്പോൾ. അപ്പോൾ വീണ്ടും 58 എന്താ ഗുണം? 5 പോയിൻ്റ് പ്രോഫിറ്റ് 3 ലോട്ടിലാവും. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ എനിക്കുള്ളൊരു മോശാനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വരച്ചിട്ടാലോ അല്ലെങ്കിൽ എൻ്റെ ആവറേജ് ലൈൻ വന്നാലോ അത് ഓട്ടോമാറ്റിക്കായിട്ടൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ ഈ ക്യാൻഡിൽ തന്നെ എൻ്റെ ആവറേജിങ് പ്രൈസ് 153. അവിടെ ചെന്ന് കറക്റ്റായിട്ട് റിജക്ഷൻ ആവുന്നുണ്ട്. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അതുകൊണ്ട് നിലവിലത്തെ ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ഒരു ക്യാൻഡിലും കൂടെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് മിക്കവാറും ഒരു സ്റ്റോപ്പ് ലോസ് മോഡൽ മേ ബി വന്നേക്കാം. അതിന് ശേഷമുള്ള വെരി നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും ചിലപ്പോൾ മുകളിലോട്ട് പോകാനായിട്ട് ചാൻസ്. അപ്പോൾ റെഡ് ക്യാൻഡിൽ കൂടെ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വലുതാണോ ചെറുതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിലവിലത്തെ ക്യാൻഡിൽ തന്നെ ഒരു റെഡായിട്ട് ഫോം ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആവുമെന്ന് നോക്കണം. കാരണം RSI റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് ഒരു റിജക്ഷൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 153 ബ്രേക്ക് ചെയ്ത് അങ്ങ് മൂവ് ചെയ്താൽ അടുത്ത റിജക്ഷൻ ഇനിയുള്ളത് 168.
RSI റെഡിലേക്ക് കയറുമ്പോൾ ഒരു റിജക്ഷൻ പൊതുവേ വരാറുള്ളതാണ്. അത് എത്രത്തോളം ഡെപ്ത് ഉണ്ടാവും എന്നെനിക്കറിയില്ല. ചിലപ്പോൾ 140 വരെയൊക്കെ വന്നേക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് കയറ്റിയിടാം. കാരണം അടിച്ചു പോയാലും 2 ലോട്ടിൽ 1 പോയിന്റ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയൊരു ഡംപ് വന്നാൽ 140ലേക്ക് വരും. അപ്പോൾ ആ ലോ വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു എൻട്രി കൂടെ 2 ലോട്ടിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ RSI റെഡിലേക്ക് കയറിയിട്ടുണ്ട്. അത് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അറ്റ്ലീസ്റ്റ് ഒരു 165-68 വരെയൊക്കെ പോകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ലോ ഉണ്ടായിക്കൂടായികയൊന്നുമില്ല, മാർക്കറ്റാണ്. നമ്മുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ 155 അപ്പം ഞാനെടുത്ത എൻട്രി പ്രൈസിൽ മാർക്കറ്റ് എത്തുമ്പോൾ ഡബിൾ പ്രോഫിറ്റാണ്. പിന്നെ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇട്ടിരിക്കുന്നതാണ്. ടച്ച് എന്തായാലും ഇതിലും ഒത്തതാണ്, പക്ഷെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഹോൾഡ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് 2 ലോട്ടുണ്ട്, അത് തിരിച്ച് കുറച്ചും കൂടെ ഒന്ന് കയറ്റി വെക്കാം. അപ്പോൾ വലിയ നഷ്ടമൊന്നും വരാതെ തടി കേടാവാതിരിക്കും. അത് നമ്മുടെ മെജോറിറ്റി ആൾക്കാർ ആ ഒരു കാര്യത്തിൽ മടിക്കുന്നുണ്ട്. 10 ട്രേഡ് എടുത്താലും 20 ട്രേഡ് എടുത്താലും അതിൽ ക്യാപിറ്റൽ സേഫാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് സേഫാക്കാത്ത ഒരാളെ സംബന്ധിച്ച് വലിയ മെച്ചമൊന്നും ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. ഓൾറെഡി രാവിലത്തെ ട്രേഡ് മുതൽ നമ്മൾ പ്രോഫിറ്റബിളാണ്, ലൈവും പ്രോഫിറ്റബിളാണ്. അപ്പോൾ ഇൻ കേസ് ഇത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തടി കേടാവരുത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ 149 153 ലെവലിൽ 2 ലോട്ട് ക്ലോസായി വീണ്ടും നമ്മൾ താഴത്തോട്ട് എങ്ങാനും പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ സിസ്റ്റം ഒന്ന് ഹാങ്ങായി അല്ലെങ്കിൽ നെറ്റ് ഒന്ന് പോയി, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നെറ്റും പോയി സിസ്റ്റവും പോയി, സാധനം വൈകിട്ടായപ്പോഴത്തേക്ക് ഒരു 100 പോയിന്റ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രിക്കോഷൻസ് ആദ്യമേ എടുത്തങ്ങ് ഇട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കിട്ടുമോ കിട്ടാതിരിക്കുമോ സെക്കൻഡറി. ഇപ്പോൾ എനിക്ക് 170 വരെ കിട്ടാനായിട്ടുള്ള യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് കയറി അങ്ങ് പോകും. 149 താഴത്തോട്ട് വന്നാൽ മൈനസ് ആകും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൈനസിലേക്ക് പൊക്കോട്ടെ, ഒരു പരാതിയൊന്നുമില്ല. കാരണം റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് ഒരു റിവേഴ്സ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വരികയാണെങ്കിൽ താഴത്തോട്ട് പോട്ടെ, അതർവൈസ് ഈ കൂട്ടത്തിൽ മുകളിലോട്ട് പൊക്കോട്ടെ. രണ്ടായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് തയ്യാറായിരിക്കണം എന്നുള്ളതാണ് ഒരു ട്രേഡറെ സംബന്ധിച്ച് പ്രധാനം. 155 തടസ്സം വന്നിട്ടുണ്ട്. മേളിൽ നിന്നുവെച്ചാൽ വൈറ്റ് ലൈനാണ് എടുത്ത് താഴത്തോട്ട് ഇട്ടേക്കണത്. അതൊക്കെ മേലെ മാർക്കറ്റ് നിൽക്കണം. അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്തിട്ട സ്ഥലമൊക്കെ കറക്റ്റാണ്. എഗെയിൻ കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷമായിരിക്കും മേളിലോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടിയാലും 165 അടുത്ത റിജക്ഷൻ. RSI മേളിൽ പോയിട്ട് തിരിയുന്ന അത്ര സമയം മാർക്കറ്റ് ഇവിടെ തന്നെ നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കൺസോൾട്ടേഷൻ ടൈമിൽ കൂടുതൽ ക്യാൻഡിൽസ് ഫോം ചെയ്യുകയും അതോടൊപ്പം RSI തിരിയുകയും ചെയ്താൽ മാത്രമാണ് ഡേഞ്ചർ ഉള്ളൂ. അല്ലെങ്കിൽ 11 കയറി അങ്ങ് പൊക്കോളും 165 വരെ. ഈ സമയത്തും ഇറങ്ങാം, ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത ലെവൽ 158. ആ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോൾ 2 ഇരട്ടി പ്രോഫിറ്റ് കിട്ടുമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ വേണമെങ്കിൽ അവിടെ ഇറങ്ങാം. പക്ഷെ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റബിൾ ആയതുകൊണ്ട് ഇറങ്ങാനായിട്ടുള്ള ഉദ്ദേശമില്ല. RSI ക്രോസ് ഓവർ ആകുമ്പോൾ എന്താ സംഭവിക്കണമെന്നൊന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ന്യായമായിട്ടുള്ള പ്രോഫിറ്റാണ് ഇവിടെ. എനിവേ സ്റ്റോപ്പ് ലോസ് താഴെയുള്ളത് കുറച്ചും കൂടെ ഒന്ന് കയറ്റി വെക്കാം.
ഹൈ വോളിയം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ എഗെയിൻ 158 വരെ നമ്മുടെ അടുത്ത എൻട്രി പ്രൈസ് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ 165-ലായിരിക്കും ഒരു റിജക്ഷൻ. അപ്പോൾ 165-ൽ റിജക്ഷൻ ആകുമ്പോൾ വേണമെങ്കിൽ 2 ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ ഒരെണ്ണം കുറച്ചും കൂടെ ഒന്ന് കയറ്റി നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കിട്ടണത് മതി, നമുക്ക് അത്യാർത്ഥിയോ ഗ്രീഡിയോ കാര്യങ്ങളൊന്നുമില്ല. താഴത്തോട്ട് പോയാലും ഇത്രയും പണിയെടുത്തതിന് എന്തെങ്കിലുമൊക്കെ കിട്ടണം, അത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും അനലൈസ് ചെയ്ത് ഇത്രയും റിസ്ക് എടുത്തൊരു എൻട്രി കിട്ടിയിട്ട് സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുത്തതിൽ ഒരു ബിരിയാണി മേടിക്കാനുള്ള കാശെങ്കിലും നമ്മൾ സേവ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്ര സന്തോഷമുണ്ട്. ഒന്നും കിട്ടിയില്ല എന്നുള്ള കുറ്റബോധം നമുക്ക് ഉണ്ടാവില്ല. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിന്ന് കളിക്കുന്നത്. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ നിൽക്കുന്ന ലെവലിന് അപ്പറിലേക്ക് പോയാൽ മാത്രമാണ് മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ്, അടുത്ത ക്യാൻഡിൽ ഗ്രീൻ, അടുത്ത ക്യാൻഡിൽ റെഡൊക്കെ ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ അപ്പിലേക്ക് അടുത്ത ക്യാൻഡിൽ മൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ ഒരെണ്ണം കയറ്റി പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഒരു വിക്കിലേക്കിൻ്റെ താഴത്തേക്ക് ഒന്ന് ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ സേഫ് ആവാൻ പറ്റും. ഒരു 5 പോയിൻറ്റും കൂടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ആവും. അപ്പം നമ്മൾ 4 പോയിൻറ്റിലേക്കാണ് 2 ലോട്ട് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ 10 ലോട്ട് 750 രൂപയുടെ ഡിഫറൻസേ വരുള്ളൂ. ഒന്നും കിട്ടിയില്ല എന്നുള്ള തോന്നൽ നമുക്ക് വരില്ല, പണിക്കാശ് കിട്ടും. അപ്പോൾ 160 ഒരു 3 പോയിൻറ്റും കൂടെ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ടാർഗറ്റ് ആവും. 50%-ലാണ് RSI നിൽക്കുന്നത്. 2 പോയിൻറ്റ്. അപ്പോൾ അതായത് പ്രീവിയസ് ആയിട്ടുള്ള 2 ക്യാൻഡിലിൻ്റെ 162.50 എന്നുള്ള ഒരു റെസിസ്റ്റൻറ്റ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ടൈം ഫ്രെയിം ഓപ്പൺ ആവുമ്പോൾ എവിടെ ആയിരിക്കും SMA നിൽക്കുന്നത്? ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലോ റെഡോ ആയിട്ട് ഫോം ചെയ്താൽ അടുത്ത ടൈമിൽ ഇതേ താഴത്തോട്ട് വരുന്നുണ്ട്. അടുത്ത ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ആയാൽ ഇതേ താഴത്തോട്ട് വരുന്നു. 2500 എന്ന സ്ഥലത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല, ട്രെയിൽ ചെയ്ത് വെച്ചത് ഇപ്പം ഹിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ അയ്യോ അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു, എൻ്റെ അത്രയും കൂടെ പോവുമായിരുന്നു, അങ്ങനെയുള്ളൊരു ചിന്ത ഒരു ട്രേഡർക്ക് ഉണ്ടാവരുത്. ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മൾ കയറ്റി വെച്ച ട്രെയിലിങ്, അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതല്ലാതെ വേരിയേഷൻസ് പ്രോഫിറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ട്രേഡർ ആവാൻ പറ്റില്ല. അപ്പോൾ ഈ ക്യാൻഡിൽ ഫോം ക്ലിയർ ആവാനായിട്ട് 2 മിനിറ്റ് 48 സെക്കൻഡ് കൂടെ ഉണ്ട്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ SMA മേ ബി 162.55-ലായിരിക്കും നിൽക്കുന്നത്. ആ ഒരു ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് നിൽക്കുക. അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ച സ്ഥലം ഓരോ ക്യാൻഡിലിൻ്റെയും ഇടക്കുള്ള സ്പേസിലാണ് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് പോയത്. ട്രെയിൽ ചെയ്ത് വെക്കുന്നതിലും കണക്കുണ്ട്, എപ്പോൾ എവിടെ എങ്ങനെ എന്നുള്ളത്. 162.55 റിജക്ഷൻ പോയിൻറ്റ്. 161.85-ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 162 ടച്ച് ചെയ്തു. ഞാൻ നേരെ ഒരെണ്ണം കയറ്റി ഇങ്ങോട്ടും വെച്ചു, അടുത്തത് കയറ്റി ഇവിടെയും ഒരെണ്ണം ഇത്രയും കൂടെ കയറ്റി വെച്ചു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതെന്ത് ചെയ്യാം? ഇവിടെ കയറ്റി ലോക്ക് ചെയ്യാം. കിട്ടണത് മതിയെന്നേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലും മഴയും കൊണ്ട് പണിയെടുത്താൽ കിട്ടുന്നത് 1000 രൂപയാണ്. ആ സ്ഥാനത്ത് വരുന്നില്ലല്ലോ. അതിനർത്ഥം ക്ലോസ് ചെയ്തോളൂ എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. എല്ലാം ക്ലോസ് ചെയ്തു. $163.
ഈ RSI ക്രോസ് ഓവർ ആയ മേളിലോട്ട് പോകുമെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഞാനങ്ങനെ ഗ്രീഡി കാണിക്കാത്തൊരു വ്യക്തിയാണ്. ടാർഗറ്റ് 163.60. അപ്പോൾ 2-3 പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അതൊരു എന്താ പറയണേ, മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ തീരുമാനിച്ച് എന്നാൽ ഇറങ്ങിയേക്കാം. ട്രെയിൽ ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല. അതിനർത്ഥം അടുത്ത വഴി നോക്കിക്കോളാനാണ്. മനസ്സിൽ ആദ്യം തോന്നുന്ന തോന്നൽ എന്താണോ 162.55 പരിപാടി നിർത്തിക്കോളാനാണ്. ഇനി ചിലപ്പോൾ ഒരു ഡബിൾ ബോട്ടം താഴത്തോട്ട് വരാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താവും, എഗെയിൻ 146 ഇട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, 164 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈ വോളിയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പോൾ സഡൻ ഡൗണ് 146ലേക്കോ 155ലേക്കോ അല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ടോ പോകും നമ്മൾ. അപ്പോൾ അതോടൊപ്പം ഇന്ന് പ്രോഫിറ്റ് എടുത്ത ആളുകളുടെ ഡീറ്റെയിൽസും കൂടെ കാണിക്കാം. കുറച്ച് പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടെ വരാനായിട്ടുണ്ട്. എന്നാലും 2542, 2943, 1668, 531, 1208, 1121, 3093, 1170 റേഞ്ചിലൊക്കെ ലൈവിലുള്ളവരൊക്കെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിവേ ബാക്കി ഇനിയിപ്പോൾ നമുക്ക് 3 മണിയുടെ ട്രേഡാണ്. 3 മണിയുടെ ട്രേഡിൽ എന്താണ് സംഭവിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത്തെ നമ്മുടെ ഒരു ഡയറക്ഷണൽ ട്രേഡിങ്ങും അതേപോലെ രണ്ടാമത്തെ ആവറേജിങ് ട്രേഡിങ്ങും ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്കോ നമ്മളുടെ പഠിക്കുന്ന സ്റ്റഡി ഗ്രൂപ്പിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. എനിവേ, ഓൾ ദി ബെസ്റ്റ്.